നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് 2026 എന്ന വർഷത്തെക്കുറിച്ചും ആ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ ഗ്രഹമാറ്റത്തെക്കുറിച്ചുമാണ്. നവഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ബുധൻ 2026 ജനുവരി 17 തൻ്റെ രാശിമാറ്റം നടത്തി മകരൻ രാശിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതൊരു സാധാരണ മാറ്റമല്ല. മകരൻ രാശിയിൽ ഇതിനകം തന്നെ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ സ്ഥിതി ചെയ്യുന്നുണ്ട്. സൂര്യൻ നിൽക്കുന്ന രാശിയിലേക്ക് ബുദ്ധികാരകനായ ബുധൻ കൂടിയെത്തുമ്പോൾ അവിടെ രൂപപ്പെടുന്നത് ജ്യോതിഷത്തിൽ തന്നെ ഏറ്റവും വലിയ രാജയോഗങ്ങളിലൊന്നായ ബുധാദിത്യ രാജയോഗമാണ്. ബുദ്ധിയും അധികാരവും ഒന്നിക്കുന്ന ഈ സമയത്ത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭവും ഉയർച്ചയും ഉണ്ടാകും. പ്രത്യേകിച്ച് 3 രാശിക്കാർക്ക് ഇവർക്ക് തൊഴിലിലും ബിസിനസ്സിലും മാത്രമല്ല ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ പോലും വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത്. ആരാണ് ആ 3 ഭാഗ്യവാന്മാർ? എന്തൊക്കെ നേട്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്? നമുക്ക് വിശദമായി പരിശോധിക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുകിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തിസ്വരൂപിണിയുമായ അമ്മ മുത്തുമാരിയമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നാളെ പ്രത്യേക പൂജയുണ്ടാകും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. ഇപ്പോൾ തന്നെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. ബുധാദിത്യ രാജയോഗം ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭാഗ്യമാണ്. എന്താണ് ഈ മാറ്റത്തിൻ്റെ പ്രത്യേകത? ബുധൻ എന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി, ആശയവിനിമയം, കച്ചവടം, കണക്കുകൂട്ടലുകൾ എന്നിവയുടെ കാരകനാണ്. മകരൻ രാശി എന്നത് ശനി ഭഗവാന്റെ രാശിയാണ്. കർമ്മത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഇടം. ഈ 2 ശക്തികളും ഒന്നിക്കുമ്പോൾ ചിന്തകൾ പ്രായോഗികമാകും. ഇത്രയും നാൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യങ്ങളിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ ഈ സമയം സഹായിക്കും. ബുധാദിത്യ രാജയോഗം രൂപപ്പെടുന്നതിലൂടെ സർക്കാർ ആനുകൂല്യങ്ങൾ, പ്രമോഷൻ, ശമ്പള വർധനവ്, ശത്രുദോഷം ഇതൊക്കെ അകന്ന് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും നമുക്ക് വന്നു ചേരും. ആരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള വലിയൊരു വളർച്ച നമുക്ക് വന്നു ചേരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ പമ്പ കടക്കും. ആഗ്രഹങ്ങളൊക്കെ സഫലമാകും. 12 രാശികളിൽ വെച്ച് ഈ രാജയോഗത്തിൻ്റെ പൂർണ്ണമായ ഗുണം ലഭിക്കാൻ പോകുന്നത് 3 രാശിക്കാർക്കാണ്. നിങ്ങളുടെ രാശി ഇതിലുണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമതായി ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുന്നത് ഇടവൻ രാശിക്കാരെയാണ്. ഇടവൻ രാശിയിലെ കാർത്തിക, രോഹിണി, മകയിരം ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് ബുധൻ നിങ്ങളുടെ 5ാം ഭാവാധിപനും 2ാം ഭാവാധിപനുമാണ്. ഇപ്പോൾ ബുധൻ സംക്രമിക്കാൻ പോകുന്നത് നിങ്ങളുടെ 9ാം ഭാവത്തിലേക്കാണ്. 9ാം ഭാവം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനമാണ്. ഇതിൻ്റെ ഫലം എന്താണെന്നോ? ഒന്ന്, സാമ്പത്തികമായി നേട്ടം. ഇത്രയും നാൾ തടസ്സപ്പെട്ടു കിടന്ന പണം നിങ്ങളുടെ കൈകളിൽ വന്നെത്തും. ബിസിനസ്സിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം പ്രതീക്ഷിക്കാം. ഷെയർ മാർക്കറ്റ്, ചിട്ടി എന്നിവയിൽ നിന്നും ധനലാഭത്തിന് യോഗമുണ്ട്. 2, പിതാവിൻ്റെ ധനം. പിതൃസ്വത്തിൽ നിന്നോ പിതാവിൻ്റെ ബിസിനസ്സിൽ നിന്നോ നിങ്ങൾക്ക് ഗുണമുണ്ടാകും. 3ാമതൊരു ഗുണം കൂടി ഇവർക്കുണ്ട്. അത് മറ്റൊന്നുമല്ല, വിദേശയോഗം. വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള വഴി തെളിയും. വിദേശത്തു നിന്ന് ജോലി സംബന്ധമായ നല്ല വാർത്തകൾ തേടി വരും. ഒരുപാട് നാൾ കഷ്ടപ്പെട്ട് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നിൽക്കുന്നവർ അവിടെ ഒരു വിസ അല്ലെങ്കിൽ പുതിയൊരു ജോബ് റെഡിയാകുന്ന സമയമായിരിക്കും. ഏതായാലും ഇടവൻ രാശിക്കാർക്ക് ഈ സമയം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന അവസ്ഥയാണ്. ബുധൻ്റെയും സൂര്യൻ്റെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കുന്നത് കൊണ്ട് നിങ്ങൾ തുടങ്ങുന്ന പുതിയ സംരംഭങ്ങൾ വൻ വിജയമായിരിക്കും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങൾ നടത്താനുള്ള ഒരു ഭാഗ്യവും നിങ്ങൾക്ക് വന്നു ചേരും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോട്ടറി ഭാഗ്യമുണ്ട്, വീട് വയ്ക്കാനുള്ള യോഗമുണ്ട്,
ധനം ഒരുപാട് സമ്പാദിക്കാനുള്ള യോഗമുണ്ട്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷം വന്നു ചേരും. ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും അകന്നു പോകും. 2026 ജനുവരി പകുതി കഴിയുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഇടവൻ രാശിക്കാർക്ക് പണപ്പെട്ടി നിറയുന്ന കാലമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അകന്നു പോകുന്നു. ഇനി രക്ഷപ്പെടാനുള്ള സമയമാണ്. അടുത്ത നക്ഷത്രം വൃശ്ചികൻ രാശിക്കാരാണ്. വൃശ്ചികൻ രാശിക്കാർക്ക് ബുധൻ 8ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. ഈ ബുധൻ ഇപ്പോൾ വരുന്നത് നിങ്ങളുടെ 3ാം ഭാവത്തിലേക്കാണ്. 3ാം ഭാവം എന്നത് ധൈര്യം, സഹോദരങ്ങൾ, ചെറിയ യാത്രകൾ, ആശയവിനിമയം എന്നിവയുടേതാണ്. ഇവിടെയാണ് വൃശ്ചിക രാശിക്കാർക്ക് ജാക്ക്പോട്ട് അടിക്കാൻ പോകുന്നത്. എങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ ആശയവിനിമയ പാടവം ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തീർക്കും. മാർക്കറ്റിംഗ്, സെയിൽസ്, എഴുത്ത്, മീഡിയ, സോഷ്യൽ മീഡിയ എന്നീ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇതൊരു സുവർണ കാലഘട്ടമാണ്. ഇത് അവർ രക്ഷപ്പെടാനുള്ള ഒരു സമയമാണ്. വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടും. വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയമാണ്. ദുരിത ദുഃഖങ്ങളൊക്കെ അകന്ന് ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയം. പ്രതിസന്ധികളൊക്കെ മാറി ഇവർക്ക് ധാരാളം ധനം സമ്പാദിക്കാൻ കഴിയുന്ന സമയം. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങുന്നതോടുകൂടി വൃശ്ചിക രാശിക്കാർക്ക് ജാക്ക്പോട്ട് അടിക്കും. ഇതിൽ ലോട്ടറി ഭാഗ്യമുണ്ട്, വിദേശത്ത് പോകാനുള്ള ഭാഗ്യമുണ്ട്, വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് വിവാഹം നടക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രണയ സാഫല്യം നടക്കുന്ന സമയമാണ്. അങ്ങനെ പല രീതിയിലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ വന്നു ചേരും. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ നക്ഷത്ര ജാതകരുടെ ഇത്രയും കാലത്തെ കഷ്ടപ്പാടുകളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു എന്ന് സാരം. വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. ചെറിയ യാത്രകൾ വഴി ബിസിനസ് വർദ്ധിക്കും. സഹോദരങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സാമ്പത്തിക സഹായം ലഭിക്കും. നിങ്ങൾ ഏറ്റെടുക്കുന്ന റിസ്കുകൾ നിങ്ങൾക്ക് ഗുണകരമായി മാറും. ശത്രുക്കളെ പരാജയപ്പെടുത്തി മുന്നേറാൻ സാധിക്കും. പഴയ കടബാധ്യതകൾ തീർക്കാനുള്ള വഴികൾ തെളിയും. വൃശ്ചിക രാശിക്കാർ ഓർക്കുക, ബുദ്ധിശക്തിയാണ് ഈ സമയത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം. അത് നന്നായി വിനിയോഗിച്ചാൽ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ വലിയ സാമ്പത്തിക വിജയം ഉറപ്പാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാണ്. ദുഃഖങ്ങൾ മാത്രമേ ഇവർക്കുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം വൃശ്ചിക രാശിക്കാർ. വിശാഖവും അനിഴവും തൃക്കേട്ടയും ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകും. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്തത് മകരരാശിക്കാരാണ്. മകരരാശിക്കാർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ്. ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഒരുപാട് നേട്ടം, ഒരുപാട് ഉയർച്ചയിലെത്തും. എന്തുകൊണ്ടെന്നാൽ ഈ വലിയ മാറ്റം നടക്കുന്നത് നിങ്ങളുടെ സ്വന്തം രാശിയിലാണ്. നിങ്ങളുടെ ലഗ്നഭാവത്തിലാണ് ബുധനും സൂര്യനും ഒന്നിക്കുന്നത്. ഇതിന് ലഗ്നഭാവത്തിലെ ബുധാദിത്യ യോഗം എന്ന് വിളിക്കാം. ഇത് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് ഒന്ന്, അസാധാരണമായ വ്യക്തിത്വ വികസനം. നിങ്ങളുടെ മുഖത്തൊരു പ്രത്യേക തേജസ് ഉണ്ടാകും. സമൂഹത്തിൽ വലിയ മാന്യതയും അംഗീകാരവും ലഭിക്കും. 2, കരിയറിൽ വളർച്ച. ജോലിയിൽ പ്രമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കും. സ്വന്തം ബിസിനസ് ചെയ്യുന്നവർക്ക് തങ്ങളുടെ ബ്രാൻഡ് വലുതാക്കാനുള്ള അവസരം ലഭിക്കും. സാമ്പത്തികമായി നോക്കുകയാണെങ്കിൽ 9ാം ഭാവാധിപനായ ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നത് ഭാഗ്യം നിങ്ങളെ തേടി വരും. ലോട്ടറി ഭാഗ്യം അല്ലെങ്കിൽ പാരമ്പര്യമായി കിട്ടേണ്ട സ്വത്തുക്കൾ എന്നിവ ഈ സമയത്ത് കൈവരാം. ആരോഗ്യം മെച്ചപ്പെടും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കാൻ സാധിക്കും. മകരൻ രാശിക്കാർക്ക് 2026 ഈ സമയം ശരിക്കും ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ സാധിക്കുന്ന സമയമാണ്. ഈ നേട്ടങ്ങളെല്ലാം പൂർണ്ണമായി ലഭിക്കാൻ ചില ചെറിയ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ബുധൻ്റെ അനുഗ്രഹത്തിനായി ബുധനാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയോ തുളസി തീർത്ഥം സേവിക്കുകയോ ചെയ്യുക. പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങളോ തൂവാലയോ കൈവശം വെക്കുന്നത്
ബുധൻ്റെ പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. കഴിയുമെങ്കിൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സാമഗ്രികൾ വാങ്ങി നൽകുക. വിദ്യയുടെ കാരകനായ ബുധൻ ഇതിലൂടെ പ്രസാദിക്കും. ഈ 3 രാശിക്കാർ ഇടവം, വൃശ്ചികം, മകരം 2026 തുടക്കത്തിൽ വലിയൊരു മാറ്റത്തിന് തയ്യാറെടുത്തുകൊള്ളുക. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യത്തിൻ്റെ വെളിച്ചം വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ രാശി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണ്. തീർച്ചയായും മറുപടി തരും. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.